ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ കാസർഗോഡ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ കുറച്ച് പേർച്ചേസിങ് ബാക്കിയുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പേർച്ചേസ് എന്നും പറയാം, കാരണം ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങാൻ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തി. പോകുന്നത് ബിന്ദുവിലോട്ടാണ്, ബിന്ദു ജ്വല്ലറിയിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ആവശ്യമുണ്ട്. ഇവളുടെ ആര്യൻ്റെ ചെയിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അന്ന് വാങ്ങിയ പാദസരം അത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് അവരെ കൊണ്ട് തന്നെ ഇടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിലെത്തി. അപ്പോൾ ചെയിൻ അവർ നേരെയാക്കാൻ കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ ചെയിൻ പൊട്ടിയ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവളുടെ പാദസരം ഇവരെ കൊണ്ട് ഇടിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവളുടെ ഇരുത്തം കണ്ടോ, ഭയങ്കര ഒരു അവസ്ഥയ്ക്ക് ഇരുന്നിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സൈലൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കാരണം ആ പാദസരം ഇവർക്കിപ്പോൾ ഇടാൻ പറ്റില്ല. കാരണം നല്ലോണം വലുതായതുകൊണ്ട് ഊരിയിട്ട് വീഴുന്നുണ്ടായിരുന്നു. സോ അതൊന്ന് മാറ്റാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ വന്നു അത് മാറ്റാൻ വേണ്ടിയിട്ട്. അത് മാറ്റിയിട്ട് നമ്മൾ ചെറിയ ഒരു സൈസ് ചെറുത് വാങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പാൻ യു കെയിലോട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് നോക്കുന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് അതും വാങ്ങിയിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നതാണ്. പിന്നെ ഒരു ബോള് പെരുതിയിട്ട് ഇങ്ങോട്ട് വന്നു, പക്ഷേ ഇവിടെ അതില്ല. പിന്നെ ഇവക്കുള്ള ഫ്രൂട്ട്സ് ഞാൻ നോക്കുന്നുള്ളതാണ്. കുറച്ച് ആപ്പിളും കുറച്ച് ചിക്കും ഒക്കെ എടുത്തു. കാരണം ബർത്ത്ഡേൻ്റെ സമയത്ത് എനിക്ക് എന്തായാലും ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നൈറ്റ് ഇവരുടെ ക്ലിനിക്കിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ജ്യൂസ് എന്തെങ്കിലും റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വാഷ് നോക്കുന്നുള്ളതാണ്. ഹസ്ബൻഡ് ഇവർക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്നുണ്ടായതായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 2 ചോക്ലേറ്റൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ബോൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോളും വാങ്ങി. പിന്നെ ഇവക്ക് നല്ല ഉറക്കമാണ്. അപ്പം ഞാനാണെങ്കിൽ ഒരു 3-4 ഷോപ്പിലോട്ട് കയറി ഇറങ്ങി ഒരു വൈറ്റ് കാജലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്, പക്ഷെ അവിടെയും ഇല്ല. പിന്നെ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര ഒരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെൻഷനൊന്നുമല്ല, വർക്കിൻ്റെ പ്രഷറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആളങ്ങനെയാണ്. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിലത്ത് കുറച്ച് ഇറങ്ങിയതുകൊണ്ട് എനിക്കെന്തോ നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു കോൾഡ് എന്തെങ്കിലും കുടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിക്കു ജ്യൂസ് കുടിച്ചതായിരുന്നു. പിന്നെ 2 പേർക്കും ഇപ്പോൾ മറവി കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങാൻ മറന്നുപോയി. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിദ്യാനഗറിലാണ്. അപ്പോൾ നമ്മൾ ചെർക്കള എത്തിയിട്ടുണ്ടായിരുന്നു. ചെർക്കളയിൽ നിന്നായിരുന്നു ജ്യൂസ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ചെർക്കളത്തു നിന്ന് വിദ്യാനഗറിലോട്ട് വന്നു, സാധനവും വാങ്ങി. പിന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ വേറെ ഏതോ വഴിയിലൂടെയാണ് പോകുന്നത്.
അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇവളിങ്ങനെ നോക്കുന്നുള്ളത് ഇവിടെ അമ്മമ്മയും പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻസും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇവളും ഡാൻസ് കളിക്കുവാണ്.